Welcome all. In this video, we are going to discuss about the input operations in the programming language C. ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിയിലെ തന്നെ രണ്ട് ഇൻപുട്ട് ഫങ്ഷൻസ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഫങ്ഷൻ ആയിട്ടുള്ള ഗെറ്റ് കാറും മറ്റൊരു ഔട്ട്പുട്ട് ഫങ്ഷൻ ആയിട്ടുള്ള പുട്ട്കാർ എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്തത് ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റയെ ഒരു സിംഗിൾ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യാനും ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ഫങ്ഷൻസ് ആണ്. അതായത് ഫോർമാറ്റഡ് ഇൻപുട്ട് ഫങ്ഷൻ ആയിട്ടുള്ള സ്കാൻഎഫ് എന്ന് പറയുന്ന ഫങ്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോർമാറ്റഡ് ഇൻപുട്ട് എന്നാണ് ഈ ഒരു ഇതിനെ പൊതുവേ നമ്മൾ വിളിക്കുന്നത്. ഫോർമാറ്റഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് സപ്പോസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റാസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഗെറ്റ് കാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കൂടെ ക്യാരക്ടർ ടൈപ്പിലുള്ള അതും ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. പക്ഷെ പല ടൈപ്പിലുള്ള പല ഫോർമാറ്റിലുള്ള ഇൻപുട്ടിനെ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ എല്ലാ ഫോർമാറ്റിലുള്ള ഡാറ്റാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷനാണ് സ്കാൻഎഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എൻട്രി ചെയ്യേണ്ടത് ഒരു 15.75 അല്ലെങ്കിൽ 1 2 3 ജോൺ, ഇങ്ങനെ പല ടൈപ്പ് ഡാറ്റാസ് നമുക്ക് എൻട്രി ചെയ്യേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. ഇതൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡാറ്റയാണ്, ഇതൊരു ഇൻറ്റീജർ ഡാറ്റയാണ്, ഇതൊരു സ്ട്രിങ് ആണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പല ടൈപ്പ് ഡാറ്റാസിനെ ചിലപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ ഏതൊരു ഫോർമാറ്റിലുള്ള ഡാറ്റയാണെങ്കിലും നമുക്ക് സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് അതിനെ നമുക്ക് പ്രോഗ്രാമിലോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സ്കാൻഎഫ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പാരാന്തസിസ് ഉണ്ട്. അതിനുള്ള ഡബിൾ കോട്ട്സിൽ കൺട്രോൾ സ്ട്രിങ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ ആർഗ്യുമെന്റ് 1 ആർഗ്യുമെന്റ് 2 കോമ എക്സ്ട്രാ ആർഗ്യുമെന്റ് n. ഇതിൽ ഓരോ ടേമിനും ഓരോ മീനിങ് ആണ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് കൺട്രോൾ സ്ട്രിങ് ആണ്. കൺട്രോൾ സ്ട്രിങ് സ്പെസിഫൈസ് ഫീൽഡ് ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ കൺട്രോൾ സ്ട്രിങ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയാണ് എൻട്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് %WD എന്ന് പറയുന്ന ഈ 3 ക്യാരക്ടേഴ്സാണ്. ഇതിലത്തെ പെർസെൻറ്റേജിന് നമ്മൾ പറയുന്നത് കൺവേർഷൻ ക്യാരക്ടർ എന്നാണ്. കൺവേർഷൻ ക്യാരക്ടർ. ഇതിൽ W എന്ന് പറയുന്നത് ഫീൽഡ് വിഡ്ത്ത് ആണ്. D എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ആണ്. ഇതാണ് നമ്മുടെ ഒരു കൺട്രോൾ സ്ട്രിങ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, കൺട്രോൾ സ്ട്രിങ് സ്പെസിഫൈസ് ഫീൽഡ് ഫോർമാറ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഫീൽഡ് സ്പെസിഫിക്കേഷൻ. ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഫീൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് കൺവേർഷൻ ക്യാരക്ടർ പെർസെൻറ്റേജ് ആൻഡ് ദെൻ എ ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ആൻഡ് ഓൾസോ ആൻ ഓപ്ഷണൽ ഫീൽഡ് വിത്ത് ക്യാരക്ടർ. അതായത് ഈ W എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇതാണ് കൺട്രോൾ സ്ട്രിങ് അല്ലെങ്കിൽ ഫീൽഡ് സ്പെസിഫിക്കേഷനായിട്ട് നമ്മൾ പറയുക. ഇതിൽ ആർഗ്യുമെൻറ്റ് 1 ആർഗ്യുമെൻറ്റ് 2 അങ്ങനെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം തന്നെ ദീസ് ആർ ദ അഡ്രസ് ഓഫ് ലൊക്കേഷൻസ് വേർ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ്. അതായത് ഡാറ്റ, അതായത് ഇവിടെ നമ്മൾ സ്കാൻഎഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസറിൽ നിന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് ആ ഇൻപുട്ടിനെ ഓരോ സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ഏത് വേരിയബിളിലേക്കാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന പോർഷനിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഓപ്പറേറ്ററാണ്, അതായത് അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ആംപർസൻഡ്
ഒരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്, ഈ വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്കാണ് നമുക്ക് ഈ അക്സെപ്റ്റ് ചെയ്യുന്ന സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡാറ്റ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ പേരിന് ഫ്രണ്ടിൽ അഡ്രസ് ഓഫ് ആ ഓപ്പറേറ്റർ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ആർഗ്യുമെൻ്റായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്ര പറയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഇതാണ് സ്കാൻഎഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം കൺട്രോൾ സ്ട്രിങ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു ഡബിൾ കോഡ്സിൽ. ഇറ്റ്സ് മസ്റ്റ് ബി ഇൻ ഡബിൾ കോഡ്സ്. നമുക്ക് സാധാരണ രീതിയിൽ സി പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടൊക്കെ കിട്ടാൻ എറേഴ്സായിട്ട് വരാൻ സാധ്യതയുള്ളത് സിൻടാക്സ് എറേഴ്സ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ രീതിയിൽ നമ്മൾ കൊടുക്കണം. അതിൻ്റെ കുത്ത്, കോമ, സെമിക്കോളൻ, ഡബിൾ കോഡ്സ് ഇതൊന്നും തെറ്റാതെ തന്നെ കറക്റ്റായിട്ടുള്ള അത് പറയുന്ന അതേ രീതിയിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എറേഴ്സ് സംഭവിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ ആദ്യം കൺട്രോൾ സ്ട്രിങ് പറയണം. കൺട്രോൾ സ്ട്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഫീൽഡ് സ്പെസിഫിക്കേഷനാണ്. ഇത് ഇൻറ്റീജറിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷനാണ്. ഇതുപോലെ തന്നെ റിയൽ നമ്പേഴ്സിന്, അതായത് ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ പോർഷനിൽ ഈ ഒരു ഫീൽഡ് സ്പെസിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. റിയൽ ടൈപ്പ് ഡാറ്റ, ഇത് റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റിയൽ നമ്പറിനും ഇതുപോലെ തന്നെ ഒരു ഫീൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഈ ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഒരു ക്യാരക്ടർ ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്യാരക്ടർ ടൈപ്പിനും ഇതുപോലെ തന്നെയുള്ള ഒരു ഫീൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് വേണം ഈ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ പോർഷനിൽ നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി ആർഗ്യുമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ദീസ് ആർ ദ മെമ്മറി ലൊക്കേഷൻസ് ഇൻ ടു വിച്ച് ദീസ് ഡാറ്റാസ് ഹാസ് ടു ബി സ്റ്റോർഡ്. അല്ലെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻടാക്സും കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 1 by 1 ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു ഇൻറ്റീജർ നമ്പറിനെ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ ഇൻറ്റീജറിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് %WD ആണ്. അല്ലെ, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, കൺവേർഷൻ ക്യാരക്ടറാണ്. W എന്ന് പറയുന്നത് വിത്ത് ആണ്, അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാനത് എക്സാമ്പിൾ പറയുമ്പോൾ പറയാം. D എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, D എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇൻറ്റീജറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡെസിമൽ ഇൻറ്റീജറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് D എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർമാറ്റ് സിൻടാക്സ് വെച്ച് പറയുകയാണെങ്കിൽ സ്കാൻഎഫ് ഡബിൾ കോഡ്സിൽ അല്ലെ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ പോർഷനകത്ത് എന്ത് ചെയ്യണം, ഈ ഒരു ഫീൽഡ് സ്പെസിഫയർ കൊടുക്കണം, സ്പെസിഫിക്കേഷൻ കൊടുക്കണം. പെർസെൻറ്റേജ് വിത്തിൻ്റെ അവിടെ ഞാൻ 2 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. പിന്നെ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് D എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു, കോമ, എനിക്ക് ആംപർസെൻറ്റ് A എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇതിന് മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ A എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സിലേക്കാണ് ഇവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയെ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു വിഡ്ത്ത്, അതായത് ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്തത് 65, അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ കമ്പൈലർ അവിടെ വെയിറ്റ് ചെയ്യും, അല്ല, യൂസറിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കിട്ടാൻ വേണ്ടി കമ്പൈലർ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത് 65 എന്ന് പറയുന്ന 2 ഡിജിറ്റുള്ള ഒരു ഇൻറ്റീജർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക, A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 65 എന്ന് പറയുന്ന 2 ഡിജിറ്റുള്ള ഇൻറ്റീജർ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന, അതായത് യൂസറിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻറ്റീജർ ഡാറ്റയെ A എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യുക. അതായത് Aയിലേക്ക് 65 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഇവിടെ 2 എന്ന് ഉദ്ദേശിക്കുന്നത് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് ഹാസ് ടു ബി അക്സെപ്റ്റഡ് ഫ്രം ദ യൂസർ. യൂസറിൽ നിന്ന് എത്ര ഡിജിറ്റാണ്, അതായത് അക്സെപ്റ്റ് ചെയ്യേണ്ട വാല്യൂവിൻ്റെ വിത്ത്, നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ എൻ്റർ ചെയ്തത് ഇപ്പോൾ 65 ആയതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു 2 ആണ് വിഡ്ത്ത്. അപ്പോൾ യൂസർ
എന്താ പറയുക കറക്റ്റ് 2 ഡിജിറ്റുള്ള ഒരു നമ്പർ തന്നെയാണ് ഇൻപുട്ടായിട്ട് കൊടുത്തത്. സപ്പോസ് യൂസർ എൻ്റർ ചെയ്ത് കൊടുത്തത്, ഞാൻ മറ്റൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ്. ഇതിപ്പോൾ ഒരെണ്ണം അല്ലേ, ഞാൻ 2 എണ്ണം കാണിച്ചു തരാം. അതായത് സപ്പോസ് ഞാൻ ഇത് %2D %5D, ampersand num1, ampersand num2. ഇതിന്റെ മീനിങ് എന്താണ്? 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 ഡാറ്റാസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ D കണ്ടപ്പോൾ മനസ്സിലായി അത് രണ്ടും ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയാണ്. ഇതിൽ ആദ്യത്തെ ഡാറ്റ num1 എന്ന് പറയുന്ന വേരിയബിളിലേക്കും രണ്ടാമത്തെ ഡാറ്റ num2 എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഇൻറ്റീജർ നമ്പറിൽ 2 ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. രണ്ടാമത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്പറിന് 5 ഡിജിറ്റ്സ് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത് 50, അതുപോലെ തന്നെ 31426 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. കമ്പൈലർ നോക്കുമ്പോൾ num1ലേക്ക് 2 ഡിജിറ്റുള്ള ഡാറ്റ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ കറക്റ്റാണ് 50. num2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5 ഡിജിറ്റുള്ള ഒരു ഡാറ്റയാണ് വരേണ്ടത്. ഇൻറ്റീജർ നമ്പർ ആണോ നോക്കിയപ്പോൾ ഇൻറ്റീജർ നമ്പർ തന്നെയാണ്. അപ്പോൾ 31426 5 ഡിജിറ്റുള്ള ഒരു ഡാറ്റ തന്നെ അക്സെപ്റ്റ് ചെയ്തു. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ആദ്യത്തെ നമ്പർ 31426ഉം രണ്ടാമത്തെ നമ്പർ 50ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? num1ലേക്ക് ഒന്നാമത്തെ നമ്പറിലേക്ക് 2 ഡിജിറ്റുള്ള നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? യൂസർ ആദ്യം എൻ്റർ ചെയ്തത് 5 ഡിജിറ്റുള്ള നമ്പർ ആണെങ്കിലും അതിൽ നിന്ന് ആദ്യത്തെ 2 നമ്പർ മാത്രമേ num1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുള്ളൂ. ഇനി num2ലേക്കോ? num2ലേക്ക് 5 ഡിജിറ്റുള്ള ഒരു നമ്പറാണ് വരേണ്ടത്. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നമ്പറിൻ്റെ ആദ്യത്തെ 2 ഡിജിറ്റ് num1ലേക്ക് അസൈൻ ചെയ്തല്ലോ. ബാക്കിയുള്ള എത്രയാണോ ഡിജിറ്റ് അതിൽ മാക്സിമം 5 വരെ. ഇപ്പം ഇതിൽ ബാക്കി 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ബാക്കിയുള്ള 3 ഡിജിറ്റാണ് num2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ ശരിക്കും 5 ഡിജിറ്റുള്ള, അതായത് മാക്സിമം 5 ഡിജിറ്റുള്ള ഒരു നമ്പറാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് 3 ഡിജിറ്റേ വന്നിട്ടുള്ളൂ. അതും യൂസർ കൊടുത്ത വാല്യൂ അല്ല അക്സെപ്റ്റ് ചെയ്തത്. കാരണം എന്താണ്? യൂസറിനോട് അല്ലെങ്കിൽ കമ്പൈലറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് num1ലേക്ക് മാക്സിമം 2 ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആ ഫസ്റ്റ് നമ്പറിൻ്റെ ബാക്കിയുള്ള 3 ഡിജിറ്റ് പോകുന്നത് num2 എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയബിളിലേക്കാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമാണ് അല്ലേ? നമ്മൾ യൂസർ കൊടുത്ത വാല്യൂസേ അല്ല num2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഫീൽഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്താൽ മതി. അതായത് എത്ര ഡിജിറ്റ് അക്സെപ്റ്റ് ചെയ്യണം അത് പറയേണ്ടത് നിർബന്ധമല്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞോളെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് 31426 എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്പറിലേക്കും 50 എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറിലേക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്. W എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. അതെനിക്ക് തോന്നുന്നു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ചില കൺസ്ട്രെയിൻസ് ഒക്കെ പറയുന്ന സമയത്ത് മാത്രം കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്കാൻഫ് %WD എന്ന് പറയുന്നതാണ് ഇൻറ്റീജറിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ. അതിനുശേഷം ഏതൊക്കെ വേരിയബിളിലേക്കാണോ നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ആ പാരാന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വാല്യൂസ് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ശ്രദ്ധിക്കുക. അതായത് സ്കാൻഫ് %D %*D %D, %A %B ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്കാൻഫ് ആയതുകൊണ്ട് തന്നെ കമ്പൈലർ 2 ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും.
അപ്പോൾ ഇവിടെ 3 ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തത് 1 2 3 4 5 6 അല്ല 1 2 3 4 5 6 7 8 9 എന്ന് പറയുന്ന 3 നമ്പേഴ്സാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. ഇതിൽ രണ്ടാമത്തേത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇതിൻ്റെ നടുക്ക് ഒരു സ്റ്റാർ സിമ്പിൾ കിടക്കുന്നുണ്ട്. ഈ സ്റ്റാർ സിമ്പിൾ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ നമ്പറായിട്ട് യൂസർ കൊടുത്ത വാല്യൂ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ കൊടുത്ത ഒന്നാമത്തെ ഡാറ്റ വരും. ബി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്താണ് വരിക? ശരിക്കും വരേണ്ടത് എന്താണ്? 4 5 6 എന്ന് പറയുന്ന വാല്യൂ ആണ്. പക്ഷേ ഇവിടെ സ്റ്റാർ നമ്മൾ കൊടുത്തത് കൊണ്ട് ഈ ഒരു വാല്യൂ സ്കിപ്പ് ചെയ്ത് 7 8 9 എന്ന് പറയുന്ന വാല്യൂ ആണ് ബി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരിക. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം കൂടെ നമുക്കിതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ഇൻപുട്ട് ഇൻറ്റീജർ നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ റിയൽ നമ്പേഴ്സ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് %f എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? scanf ഡബിൾ കോട്ട്സിൽ എനിക്ക് 3 നമ്പേഴ്സാണ് എൻട്രി ചെയ്യേണ്ടത്. 3ഉം ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ്. %f അതിനെ ഞാൻ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് x y z എന്ന് പറയുന്ന 3 വേരിയബിളിലേക്കാണ്. അപ്പോൾ ഞാൻ എൻട്രി ചെയ്ത് കൊടുക്കുന്നത് 475.89 43.21e-1 678 എന്ന് പറയുന്ന ഈ 3 നമ്പേഴ്സാണ്. ഇത് കണ്ടോ? ഈ റെപ്രസെൻറ്റേഷൻ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫോം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആദ്യത്തെ വാല്യൂ എന്താണോ അത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വരും അല്ലേ? 0.89. രണ്ടാമത്തെ വാല്യൂ എന്താണോ അത് y എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അത് ഇതിപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫോം ആണെങ്കിൽ അതിനെ സാധാരണ റിയൽ നമ്പേഴ്സിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് വരിക. അതായത് 4.321 അല്ലേ? 4.321 എന്ന് വരും. ഇനി മൂന്നാമത്തെ വാല്യൂ എന്താണോ അത് ഫ്ലോട്ടിംഗ് പോയി. ഇപ്പോൾ ഇതിൽ 678 എന്ന് പറയുന്നത് സാധാരണ ഇൻറ്റീജർ ആണ്. അതിനെ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആക്കി ആ റെപ്രസെൻറ്റേഷനിലാണ് z എന്ന് പറയുന്ന മൂന്നാമത്തതിൽ വരെ. അത് 478.0. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് scanf എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ %f ആണ്. ഇനി ക്യാരക്ടേഴ്സ് എങ്ങനെ നമുക്ക് ഈ scanf ഫംഗ്ഷൻ വെച്ചിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും? അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് %wc. ഈ ഫീൽഡ് സ്പെസിഫിക്കേഷൻ മാത്രമേ മാറ്റമുള്ളൂ. ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. എന്ത് ടൈപ്പ് ഡാറ്റയാണോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ ഡാറ്റയുടെ ഫീൽഡ് സ്പെസിഫിക്കേഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടതെന്ന് മാത്രം. അപ്പോൾ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ %wc. അപ്പോൾ w എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്ഷണൽ വിത്ത് ആണ്. അതായത് ഇപ്പം ഞാൻ വർഷ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഇതാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിലത്തെ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ അത് സ്ട്രിങ് ആണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. അതായത് scanf ഡബിൾ കോട്ട്സിൽ %c വിത്ത് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, കോമ &a. അപ്പോൾ ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തത് ഒരു സിംഗിൾ ക്യാരക്ടർ ആണെന്ന് വിചാരിക്കാം. n എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടറാണ് എൻ്റർ ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ a എന്ന് പറയുന്ന വേരിയബിളിലേക്ക് n എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. ഇനി അതല്ല, ഞാൻ നേരെ മറിച്ച് ഒരു എന്താ പറയുക 2c ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു 3c ആണ്. അതായത് 3 വിത്തുള്ള അല്ലെങ്കിൽ 3 ലെറ്റർ വിത്തുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ഡാറ്റയാണ് എൻട്രി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ XYZ എന്ന് പറയുന്നതിനെയാണ് എൻട്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനൊരു സിംഗിൾ ക്യാരക്ടറായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ a എന്ന് പറയുന്ന വേരിയബിളിലേക്ക് XYZ എന്ന് പറയുന്ന 3 ലെറ്ററുള്ള ഒരു ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ഇത്
ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റേനെ അക്സെപ്റ്റ് ചെയ്യാനാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് സ്ട്രിങ് ടൈപ്പിലുള്ള ഡാറ്റേനെ അക്സെപ്റ്റ് ചെയ്യാം. അതായത് സ്ട്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് അല്ലേ, ഒരുപാട് ലെറ്റേഴ്സ് കൂടി ചേർന്നതാണ് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രിങ് ടൈപ്പ് ഡാറ്റേനെയാണ് എനിക്ക് സ്കാൻഎഫ് ഫംഗ്ഷൻ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ ആയിട്ട് കൊടുക്കേണ്ടത് %WS എന്ന് പറയുന്നതാണ്. അപ്പോൾ W ഓപ്ഷണൽ ആണ്, നമ്മളത് സാധാരണ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്കാൻഎഫ് ഡബിൾ കോട്ട്സിൽ %S&A. അപ്പോൾ എന്താണോ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത്, അപ്പോൾ ഒരു സ്ട്രിങ് അല്ലേ, അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഞാനിപ്പോൾ INDIA എന്ന് പറയുന്ന ഒരു വേർഡാണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത് ന്യൂ ഡൽഹി എന്ന് പറയുന്ന ഒരു വേർഡാണ്. ഇതിലെ ഫസ്റ്റ് വേർഡിൻ്റെയും സെക്കൻഡ് വേർഡിൻ്റെയും ഇടയിൽ ഒരു സ്പേസ്, അതായത് ഒരു സ്പേസ് ബാർ ഞാൻ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു സിംഗിൾ സ്പേസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ %S&A. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് NEW എന്ന് പറയുന്ന 3 ലെറ്റേഴ്സ് മാത്രമേ അസൈൻ ചെയ്യുള്ളൂ. കാരണം %S എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ ഇറ്റ് വിൽ ടെർമിനേറ്റ്സ് റീഡിങ് അറ്റ് ദ എൻകൗണ്ടർ ഓഫ് എ ബ്ലാങ്ക് സ്പേസ്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വേർഡിൽ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ എവിടെയാണോ ഒരു ബ്ലാങ്ക് സ്പേസ് വരുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട് അല്ലേ, ഇവിടെ വെച്ച് ഇതിൻ്റെ റീഡിങ് ടെർമിനേറ്റ് ചെയ്യുന്നു. അതായത് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് മാത്രമേ A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഞാനിവിടെ സ്പേസ് ഇടാതെയാണ് ന്യൂഡൽഹി എന്ന് ഒരുമിച്ച് എഴുതിയെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ന്യൂഡൽഹി എന്ന് പറയുന്ന ആ ഒരു ഫുൾ ഡാറ്റ അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെ വെച്ചാണോ ഒരു സ്പേസ് ബാർ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്പേസ് എൻകൗണ്ടർ ചെയ്യുന്നത് അവിടെ വെച്ച് ഈ സ്കാൻഎഫിലെ സ്ട്രിങ് വരുമ്പോൾ അതവിടെ ടെർമിനേറ്റ് ചെയ്യും. അതാണ് മെയിനായിട്ട് ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സ്ട്രിങ്ങിൻ്റെ തന്നെ പല രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സാധാരണ പോലെ #include stdio.h മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഫംഗ്ഷനകത്ത് ഞാൻ എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ അത് സ്പേസ് ഇല്ലാത്ത കാരണം അത്രയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇത് ഒരു അറയാണ് കേട്ടോ, ക്യാരക്ടർ ടൈപ്പിലുള്ള അറയാണ്. അറേ എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഒരുമിച്ച് സ്ട്രിങ് ഒക്കെ പോലെയുള്ള ഒരേ ടൈപ്പ് ഡാറ്റാസിനെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച്, അതായത് ഏകദേശം അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി അറേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുക. ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മളത് യൂസ് ചെയ്യുക. തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. അറേ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു സിംഗിൾ വേരിയബിൾ അല്ല, ഒരുപാട് സ്ഥലങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയൊരു പ്ലോട്ട് പോലെ. ഓക്കെ, ഇനി printf enter the address. അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ യൂസറിനോട് പറയുന്നു scanf ഡബിൾ കോട്ട്സിൽ %A to Z ampersand address printf ഡബിൾ കോട്ട്സിൽ %S, അഡ്രസ്. മെയിൻ ഫംഗ്ഷൻ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം എൻ്റർ ദ അഡ്രസ് എന്ന് പറയുന്ന ഒരു ലൈൻ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഞാൻ സപ്പോസ് ഞാൻ എൻ്റർ ചെയ്തത് എൻ്റർ ദ അഡ്രസ് എന്ന് പറയുന്ന, അപ്പോൾ ഇതിന് ഞാൻ ഔട്ട്പുട്ട് അവിടെ സെപ്പറേറ്റ് എഴുതാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും, ആദ്യം എൻ്റർ ദ അഡ്രസ് എന്ന് പറയുന്ന ലൈൻ കാണിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, ഇത്
അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സാധാരണ %s എന്ന് പറയുന്നത് മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഇവിടെ വരേണ്ടത് യൂസറിൽ നിന്നും സ്മോൾ ലെറ്റർ എ മുതൽ സ്മോൾ ലെറ്റർ Z വരെയുള്ള ലെറ്റേഴ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കണ്ടീഷനാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ഇതിനകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലില്ലാത്ത മറ്റൊരു ലെറ്റർ എപ്പോഴാണോ എൻകൗണ്ടർ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ എ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ ആ റീഡിങ് ടെർമിനേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ ന്യൂ ഡൽഹി, സെയിം ന്യൂ ഡൽഹി തന്നെയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ന്യൂ എന്ന് പറയുന്ന വേർഡ് മാത്രമായിരിക്കും. കാരണം ഇതിൽ നോക്കൂ, ന്യൂ ഡൽഹി ഈ 2 വേർഡിനകത്ത് ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഈ സ്പേസ് ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലേ. ഇതിനകത്ത് നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് സ്കാൻ ചെയ്ത് വരുമ്പോൾ NEW ഓക്കെ ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു സ്പേസ് വന്നു അല്ലേ. ഇതിപ്പോൾ സ്പേസ് വന്നു. ആ സ്പേസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു റീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ NEW എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് വേർഡ് മാത്രമേ അവിടെ ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്ന പ്രിൻ്റ് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ NEWDELHI എന്ന് പറയുന്ന ഫുൾ ഒരു വേർഡ് നമ്മുടെ യൂസർ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിലും അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള NEW എന്ന് പറയുന്ന ഈ ഒരു വേർഡ് മാത്രമേ അസൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ വേർഡ്, അതായത് അഡ്രസ്സ് എന്ന് പറയുന്ന വേരിയബിളിൽ എന്താണോ ഉള്ളത് അതാണ് ഈ പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു കണ്ടീഷൻ ഇങ്ങനെ ഒരു രീതിയിലും കൂടെ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ പറയാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ ശ്രമിച്ചത്. അതായത് എന്താണോ കണ്ടീഷൻ, ആ കണ്ടീഷൻ നമുക്കിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കണ്ടീഷൻ എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. നേരത്തെ എന്താ പറഞ്ഞത്, A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് മാത്രം. ഇവിടെ എന്താണ് പറയുന്നത്, നോട്ട് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ A എന്ന് പറയുന്ന ലെറ്റർ കാണുന്നത് ആ A എന്ന് പറയുന്ന ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതായത് എനെ എക്സ്ക്ലൂഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് A എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ റീഡ് ചെയ്ത ഡാറ്റയിൽ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ സപ്പോസ് ഇവിടെ ഞാനിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതിൽ എന്താ പറയുക, ഒരു അഡ്രസ്സ് എൻട്രി ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ BCAD എന്ന് പറയുന്നതാണ് എൻട്രി ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക, BC. കണ്ടോ, ഇങ്ങനെ റീഡ് ചെയ്ത് വന്നപ്പോൾ A കണ്ടു. A ഇവിടെ വരാൻ പാടില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ A കണ്ടപ്പോൾ ഇവിടെ വെച്ച് ആ റീഡിങ് നിർത്തി BC എന്ന് പറയുന്നത് മാത്രമേ ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ നമ്മൾ ഓരോ ഡാറ്റ ടൈപ്പും സെപ്പറേറ്റ് ആണ് പറഞ്ഞത്. ഇൻറ്റിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ എന്താണ്, %D എന്ന് പറയുന്നതാണ്. റിയൽ നമ്പേഴ്സിൻ്റെ %F ആണ്. ക്യാരക്ടറിൻ്റെ %C ആണ്. സ്ട്രിങ്ങിൻ്റെ %S ആണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഹൗ ടു റീഡ് മിക്സ്ഡ് ഡാറ്റ ടൈപ്പ്, അതാണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, എല്ലാം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് സ്കാനഫിൽ കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. സ്കാനഫ് ഇൻ്റ് ആണെങ്കിൽ %D, ക്യാരക്ടർ ആണെങ്കിൽ %C, റിയൽ നമ്പർ ആണെങ്കിൽ %F. ഇനി അതായത് സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ %S, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ. ഏതൊക്കെയാണോ ആർഗ്യുമെൻറ്റ്സ്, ഏതൊക്കെ വേരിയബിളിലേക്കാണോ ഈ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് സേവ് ചെയ്യേണ്ടത് ആ വാല്യൂസ്, ആ വേരിയബിൾസിൻ്റെ അഡ്രസ്സ് ഓഫ് ഓപ്പറേറ്റർ വെച്ച് എഴുതി കൊടുക്കാം. കൗണ്ട്, കോമ, കോഡ്, കോമ. ഫ്ലോട്ട് ഞാൻ സേവ് ചെയ്യുന്നത് റേഷ്യോയിലേക്കാണ്, കോമ. നെയിം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അറേ ആയിരിക്കും, അതുകൊണ്ടാണ് അഡ്രസ് ഓഫ് വെക്കാഞ്ഞത് കേട്ടോ. ഇനി ഇങ്ങനെയാണ് ഇത്
അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻട്രി ചെയ്ത് കൊടുത്ത വാല്യൂസ് 15 P 1.575, അതുപോലെ തന്നെ കോഫി എന്ന് പറയുന്ന ഈ സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 15 എന്ന് പറയുന്ന വാല്യൂ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരും. പി എന്ന് പറയുന്നത് കോഡിലേക്ക് വരും. 1.575 എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരും. ഇത് നെയിം എന്ന് പറയുന്നതിലേക്കും വരും. ഇങ്ങനെയാണ് മിക്സ്ഡ് ഡാറ്റ ടൈപ്സ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ളത്. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ ഫോർമാറ്റിൻ്റെയും, അതായത് ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ %d ആണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇൻറ്റീജറിന്. ഇത് ക്യാരക്ടറിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ഇത് റിയൽ നമ്പേഴ്സിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ഇത് സ്ട്രിങ്ങിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും സ്പെസിഫിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. താങ്ക് യു.